Hey all. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് മൊഡ്യൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂളിൽ പെർട്ടർബേഷൻ തിയറി ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളിൽ WKB ഫസ്റ്റ് ഹാഫായിട്ട് വാരിയേഷണൽ മെത്തേഡും സെക്കൻഡ് ഹാഫായിട്ട് നമ്മൾ WKB മെത്തേഡും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ബേസ്ഡ് ഓൺ ദ ഹാമിൽട്ടോണിയൻസ് ടൈം ഡിപ്പെൻഡൻസ്, വെദർ ഇറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ ഓർ ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ. So approximation can be divided into two based on the time dependency of the Hamiltonian, which is time independent Hamiltonian and time dependent Hamiltonian. For time independent Hamiltonian, there are three methods as WKB method, variational method and time independent perturbation theory. For time dependent Hamiltonian method, the time dependent perturbation theory. അപ്പോൾ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയനിലെ ഈ മൂന്ന് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ രണ്ട് മൊഡ്യൂളിലായിട്ട്. സോ നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി പെർട്ടർബേഷൻ തിയറി ചെയ്തല്ലോ. സ്റ്റേഷനറി പെർട്ടർബേഷൻ മീൻസ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ചെയ്ത പോലെ തന്നെ ഉള്ളൂ ഈ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിലും ഒരു ചെറിയൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഡിഫറൻസാണ് ഈ രണ്ട് പ്രോബ്ലം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ആ പ്രോബ്ലം? ഇവിടെ നമ്മുടെ ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ അത് ഒരു പെർട്ടർബേഷൻ ഉണ്ടല്ലോ. നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റിൽ നമ്മൾ H=H0+V' H0+H' അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ H0 ഓൾസോ ദ പെർട്ടർബേഷൻ ഫാക്ടർ H' ഓർ V(t) വാട്ട് ഓർ ബി ദ വിച്ച് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് വൺ. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറും ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറും. ആ ഒരു ചെറിയ ഡിഫറൻസ് എല്ലാ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എല്ലാത്തിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യ ബേസിക് പ്രിൻസിപ്പിളിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ സ്റ്റേഷനറിയിൽ ഡിസ്കസ് ചെയ്തത് ടൈം ഇൻഡിപെൻഡൻറ്റ് ആയിരുന്നു. ഓക്കെ. സോ ആസ് ഇൻ സ്റ്റേഷനറി പെർട്ടർബേഷൻ തിയറി, in this method, we can split the Hamiltonian. Time-dependent Hamiltonian can be split into H0 plus V(t). H0 plus V(t), where H0 is the Hamiltonian of the unperturbed system and V(t) is the perturbation due to external field, which is time-dependent. Okay. Here H(t) is equal to H0 plus V(t), where H0 is the Hamiltonian of the unperturbed system and V(t) is the perturbation due to the external field, which is time dependent. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ടൈം ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സം പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യും. അപ്പോൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ സം U(t)(t0). എന്തായിരുന്നു U(t)(t0)? രണ്ട് ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെ കണക്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ആയിരുന്നു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എഴുതുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ψ(t)യും ψ(t0). ψ(t0) പറഞ്ഞാൽ ഇനീഷ്യൽ ടൈമിലുള്ള അല്ലെങ്കിൽ T0 ടൈമിലുള്ള വേവ് ഫംഗ്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ ടൈം T ψ(t)യും ψ(t0)യും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള U(t)(t0)ൻ്റെ ഹെൽപ്പോടെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. ആ ഒരു എക്വേഷനും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ U(t)(t0) ഡിഫൈൻ ചെയ്യുകയാണ്. U(t)(t0) പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് ψ(t0)യും ആഫ്റ്റർ ടൈം ടിയിലുള്ള സ്റ്റേറ്റ് ψ(t) ആണെങ്കിൽ ദ സ്റ്റേറ്റ് in both times ψ(t) and ψ(t0) as related as ψ(t) is equal to U(t)(t0) into ψ(t0). ഓക്കെ. നമ്മളിവിടെ ഇൻട്രാക്ഷൻ പിക്ചറിലാണ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രാക്ഷൻ പിക്ചർ നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറും ഹൈസൻബർഗ് പിക്ചറും ഇൻട്രാക്ഷൻ പിക്ചറും അങ്ങനെ 3 ടൈപ്സ് പിക്ചറുണ്ട്. ഷ്രോഡിഞ്ചർ പിക്ചറിൽ എന്തായിരുന്നു? സ്റ്റേറ്റ് വെക്ടർ ചേഞ്ച് ചെയ്യും, ഓപ്പറേറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല.
ഹൈസൻബർഗിൽ ഓപ്പറേറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യും, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻട്രാക്ഷനിൽ ബോത്തും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ പിക്ചറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വി ഹാവ് യു ഓഫ് ടി ടി സീറോ ആസ് u0 of 0 into t u0 of 0 of t0 into ui of t0. Put it as equation number 2, where u0 of 0 t0 is defined as exponential minus I by h cut h0 t minus t0. Put it as equation number 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻട്രാക്ഷൻ പിക്ചറിലെ യു ഐ ഓഫ് ടി ടി സീറോൻ്റെ ടേമിൽ നമ്മൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ടൈം ഇൻഡിപെൻഡൻറ്റ് അല്ല, ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് എഴുതുന്നത്. അത് നമ്മൾ ഇൻട്രാക്ഷൻ പിക്ചർ ആ ഒരു ഭാഗത്തുണ്ട്. ഓക്കെ, അത് എടുത്തെഴുതാണ്. സോ നമ്മൾ നമ്മുടെ യു ഐ ഓഫ് ടി ടി സീറോ ഇസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ ഐ എച്ച് ഗട്ട് ഡോ യു ഐ ടി ടി സീറോ ഡോട്ട് ഈസ് ഈക്വൽ ടു സം വി ഐ ഓഫ് ടി ഇൻറ്റു യു ഐ ഓഫ് ടി ടി സീറോ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4 വിത്ത് ദ വാല്യൂ ഓഫ് വി ഐ ഓഫ് ടി ആസ് u0 ഇൻവേഴ്സ് ടി ടി സീറോ വി ഓഫ് ടി u0 ടി ടി സീറോ. അത് ഞങ്ങൾ ഇൻട്രാക്ഷൻ പിക്ചറിൽ അറിയാം. ഞങ്ങളെ വിയുടെ ചില രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഇൻവേഴ്സ് വെച്ചും റൈറ്റ് സൈഡിൽ ഓപ്പറേറ്റർ എവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളത് കറസ്പോണ്ടിങ് ഇക്വേഷൻ റെസ്പെക്റ്റീവ് ഇക്വേഷൻ 4ഉം 5ഉം വെച്ച്. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ 4നെ നമ്മൾ യൂസിങ് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ 4ൻ്റെ അല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 4 ദ ഇക്വാലൻ്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. സോ നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വരുന്നതിന് ഞാൻ ഐ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ ടേമിലേക്ക് വന്നു. സോ വി ഗെറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ 4 എന്താവും, യു ഐ ഓഫ് ടി ടി സീറോ ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ബൈ എച്ച് ഗട്ട് ഇൻ്റഗ്രൽ ടി സീറോ ടു ടി വി ഐ ഓഫ് ടി 1 യു ഐ ഓഫ് ടി ടി സീറോ ഡി ടി 1 വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. സോ അപ്പോൾ ഇവിടെ ഈ T1 എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ വാരിയബിളാണ്. ഇവിടെ ടി 0 ടു ടി കൊടുക്കുമ്പോൾ ഈ T1 ഇവിടെ വി ഐ ഓഫ് T1 യു ഐ ഓഫ് T1 T1 T0 T1 DT1 ഇതൊക്കെ എന്തായി പോയി മാറിപ്പോകും. അപ്പോൾ ഈ T1 DT1 എടുത്ത് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ വാരിയബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിനി ഇറ്ററേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇറ്ററേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്തിനാണ് ഇറ്ററേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഇൻ്റഗ്രൽ ഇക്വേഷൻസിലൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറ്ററേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അങ്ങനെ ഈ ഇറ്ററേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ UI കണ്ടുപിടിക്കും. അപ്പം നമ്മളതിന് ഇറ്ററേഷൻ മെത്തേഡ് എന്താണെന്ന് അറിയില്ലേ. ഇറ്ററേഷൻ മെത്തേഡ് തന്നെ ഫസ്റ്റ് നമ്മളൊന്ന് ഇതാണ് പറഞ്ഞ് ആദ്യം അസ്യൂം ചെയ്യും, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് അസ്യൂം ചെയ്തത് ഇതിലേക്ക് ബാക്ക് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് ഇറ്ററേഷൻ മെത്തേഡ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് UIൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ UIൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ മെത്തേഡ് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ UIൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ മെത്തേഡ് നമുക്ക് കിട്ടും. സോ നമ്മൾ ഇറ്ററേഷനിലെ ഫസ്റ്റ് മെത്തേഡിൽ UI ഓഫ് ഈ ഇക്വേഷനിലാണ് നമ്മൾ ഇറ്ററേഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു UI ഓഫ് T1 T0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷൻ മെത്തേഡിൽ ഫസ്റ്റ് ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ആദ്യം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതിനെന്താണെന്ന് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിൻ്റെ ലെഫ്റ്റിൽ എന്താണ് UI ഓഫ് T0 അല്ലേ, റൈറ്റിൽ UI ഓഫ് T1 T0. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് UI ഓഫ് T1 T0 ആണ്. ഇറ്ററേഷൻ മെത്തേഡിൽ നമ്മൾ റൈറ്റിലുള്ള ടൈമിനല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ UI ഓഫ് T1 T0 എന്ന് കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ T is equal to T1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റിൽ എന്ത് കിട്ടും, UI ഓഫ് T1 T0. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റൈറ്റിലെ ടേം എന്തായിപ്പോൾ മാറും, ഐ മൈനസ് ഐ ബൈ എച്ച് ഗഡ് ഇൻ്റഗ്രൽ T0 ടു ടി എന്താവും T1 വി ഐ ഓഫ് എഗൻ ഈ T1 ഉള്ളത് നമ്മൾ വേറൊരു ഇൻ്റഗ്രേഷൻ ഇവിടെ T1 ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ വാരിയബിൾ T2 ആക്കി എടുക്കും. ഓക്കെ, അപ്പോൾ വി ഐ ഓഫ് T2 ദെൻ UI ഓഫ് T2 T0. ഓക്കെ അല്ലേ, UI ഓഫ് T2 T0 DT2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, UI ഓഫ് T1 T0 ആ വാല്യൂ നിങ്ങൾ ഇവിടെ കൊടുക്കും. മനസ്സിലായോ, ആ വാല്യൂ അവിടെ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് പിന്നത്തെ ഇറ്ററേഷൻ മെത്തേഡിൽ ഇവിടെ എന്താ ഉണ്ടാവുക, UI ഓഫ് T1 T0ൻ്റെ പകരം ഇവിടെ അടുത്തതിൽ എന്താ ഉണ്ടാവുക T2 T0. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ പുട്ട് T is equal to T2 എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ UI ഓഫ് T3 T0 ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. ഇതിങ്ങനെ എത്രത്തോളം
പറഞ്ഞതാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എന്നെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇക്വേഷൻ 6 പുട്ട് ടി ഈസ് ഈക്വൽ ടു T1 ഓൾസോ T1 ഈസ് ഈക്വൽ ടു T2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ത് കിട്ടും? UI of T1 T0 ഈസ് ഈക്വൽ ടു I മൈനസ് I/H ഇൻ്റഗ്രൽ T0 ടു T1 VI of T2 UI of T2 T0 DT2 എന്ന് വരും. DT2 ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ UI of T1 T0 ഈ ഒരു ടേമിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 6 തന്നെ. അപ്പോൾ എന്ത് കിട്ടും? UI of T0 ഈസ് ഈക്വൽ ടു I മൈനസ് I/H ഇൻ്റഗ്രൽ T0 ടു T VI of T1 ഇൻറ്റു ഈ DT1 ഞാൻ ഇങ്ങോട്ട് എടുത്ത് ബാക്കി ഈ ടേമിനാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. DT1 ഇൻറ്റു അതൊരു ബ്രാക്കറ്റിലാക്കി എഴുതി T0 ടു T1 ഇവിടെ കിട്ടിയിരുന്നു. സോറി, ഈ ഇൻ്റഗ്രേഷൻ മാറിപ്പോയിട്ടോ, ഈ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I മൈനസ് I/H ഇൻ്റഗ്രൽ T0 ടു T1 VI of T2 UI of T2 T0 DT2. ഓക്കെ, നമ്മൾ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? UI of T0 ഈസ് ഈക്വൽ ടു I ഇവിടെ ഒരു ടേം, ഈ മൈനസ് IH ഞാൻ പ്ലസ് ആക്കി. അപ്പോൾ പ്ലസ് ആക്കുമ്പോൾ ഇത് താഴേക്ക് പോകും, 1/IH ആവും. ഓക്കെ, വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് IH റേസ് ടു -1 ഇൻ്റഗ്രൽ T0 ടു T VI of T1 DT1 ഇൻറ്റു I. അപ്പം ഒന്നുമില്ല, പ്ലസ് നെക്സ്റ്റ് ടേം ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും, I² അഗെയിൻ മൈനസ് ആവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ I² ഡിവൈഡഡ് ബൈ H² നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ പ്ലസ് IH റേസ് ടു -2 എന്നുള്ള ഫോമിലാക്കി. ബാക്കി ഉണ്ടാവുക ഈ ഒരു സെക്കൻഡ് ടേം, ഈ ഒരു ടേമും ഈ ടേമും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റഗ്രൽ T0 ടു T DT1 ഉണ്ട്, T0 ടു T DT1 VI of T1 ഉണ്ട്, ഞാൻ അതിൻ്റെ കൂടെ എഴുതിയില്ല. നെക്സ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ എഴുതി T0 ടു T1, ദെൻ DT2 എഴുതി, ദെൻ VI of T2 VI of T1 UI of T2 T0. അപ്പോൾ ഇറ്റാസ് ഇക്വേഷൻ നമ്പർ 7. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ UI of T2 T0 ഇക്വേഷൻ നമ്പർ 6 എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? T2 T0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു T2 എന്ന് കൊടുക്കുക. അപ്പം T1ന് T3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് UI of T2 T0 കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ടേം വരും. അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ജനറലായിട്ടൊരു ടേം വരും. റിപ്പീറ്റേഷൻ, ആ ഒരു ജനറൽ എക്സ്പ്രഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇക്വേഷൻ 6 എന്ന് UI of T2 T0 ഈക്വൽ ടു എന്ത് കിട്ടും? I/H ഇൻ്റഗ്രൽ T0 ടു T2 VI of T3 UI of T3 T0 DT3. ഈ UI of T2 T0 ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെയാണ്. UI of T ഇക്വേഷൻ 7ൻ്റെ റൈറ്റ് സൈഡിലുള്ള UI of T2 T0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഈ ഒരു ടേം ഓൾറെഡി അവിടെ ഉള്ളതുണ്ട്, ഇൻ്റഗ്രൽ ദിസ് ഇൻറ്റു ഈ ടേം വരും. അപ്പോൾ ഇവിടെ എക്സ്ട്രാ നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലിക്കേഷൻ വരും. അങ്ങനെ ടേംസ് ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെ ഓരോ ഇറ്ററേഷൻ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷൻ, സെക്കൻഡ് ഇറ്ററേഷൻ മെത്തേഡ് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഇറ്ററേഷനിൽ നമുക്ക് 2 ടേം ഉണ്ട്, അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിൽ 4, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ആഫ്റ്റർ n ഇറ്ററേഷൻ നമ്മുടെ UI of T0 എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഒന്ന് നോക്കാം. So repetition of this procedure leads to the result UI of T0 as sigma n is equal to 0 UI of n T0, where the equation number 8 where UIN of T0 പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് which is equal to minus IH raised to minus n T0 to T DT1 T0 to T1 DT2 etc. T0 to plus T0 to Tn minus 1 DTn into VI of T1 VI of T2 etc. up to VI of Tn. ഇക്വേഷൻ നമ്പർ 9. ഇവിടെ ശരിക്കും ഒരു ലാസ്റ്റ് ഒരു ടേം വരും UI of T0 പറഞ്ഞ ആ ഒരു നമ്മളൊരു പ്രോപ്പർട്ടീസിൽ നിന്ന് ആ ഒരു എക്സ്പ്രഷൻ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്, ഇൻട്രാക്ഷൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ടേമിന് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് 1 ആണല്ലോ, അത് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ കിട്ടും വേർ ദ കണ്ടീഷൻ T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ എക്സെട്ര ഗ്രേറ്റർ ദാൻ Tn minus 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ Tn. എന്താ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷൻ UI of 0 T0 ഈക്വൽ ടു ഈ 2 ഇക്വേഷനും കൂടെ ഇക്വേഷൻ നമ്പർ 10 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 8ഉം ഇക്വേഷൻ നമ്പർ 2 കമ്പയർ ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 8ഉം അതിൽ ഇക്വേഷൻ 8 ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ 8 കണ്ടല്ലോ, ഇനി ഇക്വേഷൻ 2 കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടും.
ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 8ഉം ഇക്വേഷൻ 2ഉം കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 8 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 8 യു ഐ ഓഫ് ടി ടി സീറോ സിക്വൽ ടു സിഗ്മ എൻ എസ് ഇക്വൽ ടു 0 ടു ഇൻഫിനിറ്റി യു ഐ ഓഫ് എൻ ടി ടി സീറോ ആയിരുന്നു ഇക്വേഷൻ നമ്പർ 8. ഇക്വേഷൻ നമ്പർ 2 പറഞ്ഞാൽ യു ഓഫ് ടി ടി സീറോ സിക്വൽ ടു യു സീറോ. ഇവിടെ മേലെ താഴെ എവിടെയെങ്കിലും ഒന്ന് 0 എഴുതിയാൽ മതി കേട്ടോ. ടെക്സ്റ്റിൽ താഴെ ചില ടെക്സ്റ്റിൽ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഭാഗത്ത് 0 എഴുതി. യു ഓഫ് 0 ടി ടി സീറോ യു ഐ ഓഫ് ടി ടി സീറോ. ഈ ഒരു എക്സ്പ്രഷനിൽ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇക്വേഷൻ 8 ഒന്ന് കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ 8ൽ നിന്ന് എന്ത് കിട്ടും? യു ഐ ഓഫ് ടി ടി സീറോ സീക്വൽ ടു സിഗ്മ എൻ എസ് ഇക്വൽ ടു 0 ടു ഇൻഫിനിറ്റി യു ഐ ഓഫ് എൻ ടി ടി സീറോ. ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഐ ക്യാൻസൽ ചെയ്ത് വെറും ഓപ്പറേറ്ററിൻ്റെ ടൈമിലേക്ക് ഈ എക്സ്പ്രഷൻ മാറ്റി എഴുതിയാൽ എന്ത് കിട്ടും? യു ഓഫ് ടി ടി സീറോ സീക്വൽ ടു സിഗ്മ എൻ എസ് ഇക്വൽ ടു 0 ടു ഇൻഫിനിറ്റി യു ഓഫ് എൻ ഇൻറ്റു ടി ടി സീറോ. ഓക്കെ അല്ലേ? സിഗ്മ ഓഫ് എൻ ഇൻറ്റു ടി ടി സീറോ. ഈ രണ്ട് ഇക്വേഷനും കൂടെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 11 ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 8 ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2ൽ എന്തായിരുന്നു? യു ഓഫ് ടി ടി സീറോ ഈക്വൽ ടു യു സീറോ ഓഫ് ടി ടി സീറോ ഇൻറ്റു യു ഐ ഓഫ് ടി ടി സീറോ. അപ്പോൾ ഒരു എൻ കൊടുത്താൽ ഇത് ഫസ്റ്റ് ടൈമിൻ്റെ ആണെങ്കിൽ ജനറൽ ആയിട്ടുള്ള nth ടൈമിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് എൻ ഇൻറ്റു ടി ടി സീറോ ഈക്വൽ ടു യു ഓഫ് സീറോ, അത് ഇനീഷ്യലാണ്, അത് മാറില്ല. യു ഓഫ് 0 ഇൻറ്റു ടി ടി സീറോ ഇൻറ്റു യു ഐ ഓഫ് എൻ ടി ടി സീറോ. ഓക്കെ, യു ഐ ഓഫ് എൻ ഇൻറ്റു ടി ടി സീറോ എന്താണെന്ന് നമുക്കറിയാം, ഇവിടെ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു എൻ ഓഫ് ടി ടി സീറോ നമുക്ക് എന്ത് കിട്ടും? അതും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. ഈ മൊത്തം ഇക്വേഷൻ നമ്പർ 11 ഈ 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു എൻ ഓഫ് ടി വൺ ടി സീറോ ടി ടി സീറോ കോമൺ ടി ടി സീറോ ഈക്വൽ ടു യൂസർ ഓഫ് ടി ടി സീറോ ഉണ്ട്, അത് ഞാൻ ഉള്ളിലാട്ട് എഴുതിയത്. ആദ്യം യു ഐ ഓഫ് എന്നിൻ്റെ ടി ടി സീറോ എന്നുള്ള എക്സ്പ്രഷൻ ഇക്വേഷൻ നമ്പർ 9 എഴുതി. ഐ എച്ച് ഗെറ്റ് റൈസ് ടു മൈനസ് എൻ ടി സീറോ ടു ടി ഡി ടി വൺ എക്സെട്ര ടി സീറോ ടു ടി എൻ മൈനസ് 1 ഡി ടി എൻ ദെൻ യു സീറോ ടി ടി സീറോ ഇൻറ്റു വി ഐ ഓഫ് ടി വൺ എക്സെട്ര അപ് ടു വി ഐ ഓഫ് ടി. ഈ മൊത്തം ഇക്വേഷൻ നമ്പർ 11 കൊടുക്കുക. ഇനി നമ്മൾ എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിച്ച കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസും കണ്ടിന്യൂസിറ്റി എന്നുള്ള 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തായിരുന്നു അത്? ഞാൻ ജസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ്, എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് എന്താണ്? യു ഓഫ് ടി ടി വൺ ടി ഇവിടെ ഒരു കോമ ഉണ്ട്. യു ഓഫ് ടി വൺ കോമ ടി ഇൻറ്റു യു ഓഫ് ടി ടി സീറോ. അപ്പോൾ ഈ ടി എന്നുള്ള ഇത് ടി വൺ അല്ല കേട്ടോ, ഇത് സെക്കൻഡ് ടേം ടിയും ഇവിടെ ഫസ്റ്റ് ടൈം ടിയും. അപ്പോൾ അത് 2 സെയിം ആണെങ്കിൽ 2 നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് യു ഓഫ് ടി വൺ ടു ടി സീറോ എന്ന് എഴുതാം. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. സിമിലർലി യു ഇൻവേഴ്സ് ഓഫ് ടി ടി സീറോ ക്യാൻ ബി റിട്ടേൺ ആസ് യു ഓഫ് ടി സീറോ ടി. ഇൻവേഴ്സ് ടൈം റിവേഴ്സ് ചെയ്ത് എഴുതി. സിമിലർലി നമ്മൾ ഇക്വേഷൻ നമ്പർ 5 യൂസ് ചെയ്ത. ഇക്വേഷൻ നമ്പർ 5 എന്തായിരുന്നു? വി ഐ ഓഫ് ടി നമ്മൾ എഴുതിയിട്ടുണ്ട്. വി ഐ ഓഫ് ടി നമ്മൾ ഇൻ ടേംസ് ഓഫ് വി ഓഫ് ടീൻ്റെ ടേമിൽ എഴുതാം. ഇക്വേഷൻ 5 കിട്ടും വി ഐ ഓഫ് ടി ഈക്വൽ ടു യു സീറോ ഇൻവേഴ്സ് ഇൻറ്റു വി ഓഫ് ടി ഇൻറ്റു യു സീറോ ഓഫ് ടി. ആ ഒരു ഫോമിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ലാസ്റ്റ് നമുക്ക് എഴുതിയ ഇക്വേഷൻ ഇല്ലേ, ഇക്വേഷൻ നമ്പർ 11 കൊടുത്ത ഇക്വേഷൻ യു എൻ ഓഫ് ടി വൺ ടി സീറോ നമ്മൾ മാറ്റി എഴുതാണ്. അപ്പം മാറ്റി എഴുതുമ്പം ഇവിടെ ഒന്നും മാറ്റുന്നില്ല. ഈ യു സീറോ ടി സീറോക്ക് അല്ല, ഈ വി ഐ ഓഫ് ടി ഇല്ലേ, ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ നമ്പർ 5 യൂസിങ് ഇക്വേഷൻ നമ്പർ 5 വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തും അങ്ങനെ വെച്ച് എഴുതിയതാണ് ഞാൻ ഇത്. അപ്പോൾ യു എൻ ഓഫ് ടി ടി സീറോ ഈക്വൽ ടു എന്ത് കിട്ടും? ഐ എച്ച് ഗെറ്റ് റൈസ് ടു മൈനസ് എൻ ടി സീറോ ടു ടി ഡി ടി വൺ എക്സെട്ര അപ് ടു ടി സീറോ ടു ടി എൻ മൈനസ് 1 ഡി ടി എൻ ദെൻ ആ ഫസ്റ്റ് ടൈം യു സീറോ ടി സീറോ ഉണ്ടാവും. ഇനിയാണ് നമ്മൾ മാറ്റി എഴുതുന്നത് യു സീറോ ഇൻവേഴ്സ് ടി ടി സീറോ വി ഓഫ് ടി വൺ യു സീറോ ടി സീറോ. എങ്ങനെ പോയി സെക്കൻഡ് ടൈമിൻ്റെ യു സീറോ ഇൻവേഴ്സ് ടി ടു ടി സീറോ വി ഓഫ് ടി ടു യു സീറോ ടി ടു ടി സീറോ എക്സെട്ര. ഇനി ലാസ്റ്റ് 2 ടേമാണ് എഴുതുന്നത്. വി ഓഫ് ടി എൻ മൈനസിൻ്റെയും വി ഓഫ് ടി എന്നിൻ്റെതും യു സീറോ ഇൻവേഴ്സ് ടി എൻ മൈനസ് 1 ടി സീറോ വി ഓഫ് ടി എൻ മൈനസ് 1 യു സീറോ ടി എൻ മൈനസ് 1 ടി സീറോ എൻ ഇൻറ്റു യു സീറോ ഇൻവേഴ്സ് ടി എൻ ഇൻറ്റു ടി സീറോ വി ഓഫ് ടി എൻ യു സീറോ ടി എൻ ഇൻറ്റു ടി സീറോ. അപ്പം ഒരു വലിയ ഇക്വേഷനാണ്. അതിലാകെ 4 ടേംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഡോട്ട് വിത്ത് എക്സെട്ര വിത്ത് പറഞ്ഞ് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ റീഅറേഞ്ച് ചെയ്യാനാണ് നമുക്ക് ഈ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ യു ഇൻവേഴ്സ് ഒക്കെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് യു ഇൻവേഴ്സ് വന്ന ഇവിടെയാണ്. അപ്പോൾ ഈ യു ഇൻവേഴ്സിനെ യു ആക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ടി സീറോ ടു ടി വരും. അപ്പോൾ ടി സീറോ ടു ടി വരുമ്പോൾ ഇവിടെ എന്ത് വരും? യു സീറോ ഓഫ് ടി സീറോ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് വരും? യു സീറോ ടു ടി സീറോ ടു ടി. ഓക്കെ അല്ലേ?
സിമിലർലി ഈ ടേം നോക്കാം. ഇവിടെ u0 t1 to t0 ഉണ്ട്, ഇവിടെ u0 ഇൻവേഴ്സ് t2 to t0 ഉണ്ട്. ഈ ഇൻവേഴ്സ് മാറ്റുമ്പോൾ u0 of t0 to t2 വരും. ഇവിടെയും ഇവിടെയും t0 ഇവിടെയും t0 ഈ രണ്ടും ഈ യൂസിങ് ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ടേം ആക്കി മാറ്റി എഴുതാം. അങ്ങനെ എല്ലാ ടേമിലെയും u ഇൻവേഴ്സും u0 വരുന്ന ടേംസൊക്കെ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതി. ആ മാറ്റി എഴുതി കിട്ടുന്ന ഇക്വേഷൻസ് എല്ലാം എന്താണ് എഴുതി വരും. അപ്പം ബാക്കിയുള്ള അത് മാറ്റി എഴുതി നിങ്ങൾ എഴുതി നോക്കുക, അത് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുക un of t0 is equal to IH raised to minus n integral t0 to t dt1 etc. up to t0 to tn minus 1 dtn u0 t t1 v of t1 u0 t1 t2 v of t2 etc. u0 tn minus 1 tn v of tn u0 tn t0. ഇക്വേഷൻ നമ്പർ 12. നമ്മൾ ഇക്വേഷൻ നമ്പർ 11 മൂന്ന് ഇക്വേഷൻ കമ്പൈൻ ചെയ്താണ്. അതിലൊരു ഇക്വേഷനാണ് u of t t0 സിക്വൽ ടു സിഗ്മ n സിക്വൽ ടു 0 to infinity u of n t t0. ആ എക്സ്പ്രഷൻ്റെ ഫോമാണിത് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പാൻഷൻ ഇക്വേഷൻ ലെവലിൽ നമ്മൾ മൂന്ന് ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇക്വേഷനാണിത്, എക്സ്പാൻഷൻ ഇൻ പവേഴ്സ് ഓഫ് ദ പെർട്ടർബേഷൻ വി ഓഫ് ടി. അപ്പം കാരണം എന്താണ്, ഇതിൻ്റെ റൈറ്റ് സൈഡ് un of t t0 അല്ലേ, un of t t0. അപ്പോൾ നമ്മൾ ആക്ച്വലി ആ ഇക്വേഷൻ നമ്പറിൽ un of t t0 വെച്ചാൽ നമുക്കിതൊരു പവർ സീരീസ് എക്സ്പാൻഷനാണ്. എന്തിൻ്റെ പവറിലാണ്, വി ഓഫ് ടീൻ്റെ പവറിലുള്ള ഒരു എക്സ്പാൻഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വേവ് ഫംഗ്ഷനും കൂടെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ un of t t0ൻ്റെ ഇൻഫ്ലുവൻസ് കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ കണ്ടിരിക്കുന്നത്. ഇത് കിട്ടി u of t t0 സിക്വൽ ടു സിഗ്മ n സിക്വൽ ടു 0 to infinity u of n t t0. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ്. കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം അറ്റ് ടൈം t becomes psi of t is equal to എങ്ങനെ എഴുതാം, u of t t0 psi of t0. put psi of t0 as psi 0 then psi of t. u of t t0 previous equation നമുക്ക് കിട്ടിയിട്ടുണ്ട്, സിഗ്മ n is equal to 0 to infinity un of t t0 psi 0. ഓക്കെ അല്ലേ. ഓക്കെ, ദിസ് ക്യാൻ ബി un of t t0 psi 0നെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ n is equal to 0 to infinity psi n of t, which is equation number 30. അപ്പം നമ്മൾ psi n of t നമുക്ക് എന്താണ്, psi n of t പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് വേറെ psi n of t is equal to un of t t0 psi 0. ഓക്കെ, psi n of t is equal to un of t t0 psi 0. put it as equation number 40. ഇതിൽ when n is equal to 1 we get psi 0 of t is equal to u0 t t0 psi 0, which is known as the zero order wave function in ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. സിമിലർലി നമ്മൾ എന്നിന് ഓരോ വാല്യൂ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഓർഡർ കിട്ടും. ഇപ്പോൾ ഫോർ psi n of t ഫോർ വാല്യൂ ഓഫ് n greater than or equal to 1 we get the nth order correction to the wave function. ഓക്കെ, അപ്പം നമ്മളിവിടെ ടൈം ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ ഈ ഹാമിൽട്ടോണിയൻ. ഈ ഓരോ സൈനും ടൈമിനനുസരിച്ചാണ് മാറുന്നത്. അപ്പം നമ്മൾ ഇതൊരു ഫെയ്മൻ ഡയഗ്രാം അല്ലെങ്കിൽ ഫെയ്മൻ ഗ്രാഫ് യൂസ് ചെയ്ത് ഇല്ലുസ്ട്രേറ്റ് ചെയ്താൽ നമ്മുടെ ഓരോ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും സ്റ്റേറ്റ് മാറുമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമുക്കുണ്ടാവും. അപ്പം അതൊരു ഫെയ്മൻ ഗ്രാഫ് വെച്ചിട്ട് നമുക്കൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഫെയ്മൻ ഗ്രാഫ് വെച്ചിട്ട് ഓരോ സ്റ്റേറ്റ് തന്നെ സീക്വൽ ഇവിടെ ഓരോ ഓർഡർ പറഞ്ഞല്ലോ, ഫസ്റ്റ് 0 1 2 അങ്ങനെയുള്ള 0th ഓർഡർ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറിൻ്റെ ഒരു ഫെയ്മൻ ഗ്രാഫ് വരച്ച്. അപ്പം t0 പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റും t എന്ന് പറഞ്ഞത് മീൻസ് ഫൈനൽ സ്റ്റേറ്റും. അപ്പം നമ്മുടെ psi of 0 ചേഞ്ച് ചെയ്യാണ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റിൽ അതായത് n is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് നേരെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെയൊക്കെ പോകും. ഓക്കെ, ഈ n is equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ v of t1ൻ്റെ ഇൻട്രാക്ഷൻ മൂലം ഈ ഈ ഒരു സ്റ്റേറ്റിനെ വി ഓഫ് ടിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ നടക്കും. ഇതൊരു വൺ ഓഫ് ദ ഈക്വൻ സ്റ്റേറ്റ് ഓഫ് H0 പറഞ്ഞ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പോയി നിൽക്കും. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ഇങ്ങോട്ട് പോകും. ഓക്കെ അല്ലേ. അപ്പം ഈ വി ഓഫ് ടെന്നിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവും. ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഇത് നിൽക്കും അണ്ടിലത്തെ T2 എന്നുള്ള ടൈം വരുന്നവരെ ഈ ഒരു സ്റ്റേറ്റ് ഇവിടെ നിൽക്കും. T1 എന്നുള്ള ടൈം വരുന്നവരെ ഈ ഒരു സ്റ്റേറ്റ് വെക്കും. ഇനി ഇവിടെ n is equal to 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്
വി ഓഫ് ടി വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ H0ൻ്റെ ഏതെങ്കിലും ഒരു ഏഗൻ സ്റ്റേറ്റിൽ അത് നിൽക്കും വി ഓഫ് ടി വണ്ണിൻ്റെ ഇതിലേക്ക്. ദെൻ ഈ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ ദ ടൈം T2 വരെ ഇത് സിസ്റ്റത്തിൽ ഈ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ H0ൻ്റെ ഈ ഏഗൻ സ്റ്റേറ്റിൽ നെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് T2 എന്നുള്ള വേറൊരു T2 പൊസിഷനിലുള്ള വേറൊരു H0ൻ്റെ ഏഗൻ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കും. ഈ ഏഗൻ സ്റ്റേറ്റിലും T3 വരെ നിൽക്കും. ദെൻ ഇല്ല, ഇവിടെ T2 വരെ അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ആണെങ്കിൽ T3, ഇവിടെ ഇപ്പോൾ T2 വരെ അല്ലേ ഉള്ളൂ, T2 വരെ പോകും. എന്നിട്ടാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് Tയിലേക്ക് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഹയർ ഓർഡറിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പം വി ഓഫ് T1ഉം വി ഓഫ് T2 ഇതാക്കിയിട്ട് 2 ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ ലെവൽ വന്നു. ഇനി n=3 എടുക്കുക വെച്ചാൽ 3 വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ വേണ്ടി എടുക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ സ്ക്വയർ അല്ല എടുക്കുക. അപ്പോൾ അത്രയും സ്മോൾ ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും ഈ ഹയർ ഓർഡർ ട്രാൻസിഷനിലൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ എപ്പോഴും ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിൽ നമ്മൾ ഓൺലി ഫസ്റ്റ് ഓർഡർ അല്ല 0th ഓർഡർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 0th ഓർഡർ അല്ല, ഫസ്റ്റ് ഓർഡർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഹയർ ഓർഡറൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി, ആ സ്റ്റേറ്റിലേക്ക് കൂടുതൽ ട്രാൻസിഷൻ നടക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രോബബിലിറ്റി കാണാനുള്ള ആ ഒരു പ്രോബബിലിറ്റി റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ വെച്ചിട്ട് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ നെക്സ്റ്റ് എയിം ഫസ്റ്റ് ഓർഡറിൻ്റെതാണ്, ട്രാൻസിഷൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ അതിനായിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷനാണ്. അതിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റീൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക നമ്മുടെ ഇനീഷ്യലി നമ്മുടെ വൺ ഓഫ് ദ ഏഗൻ സ്റ്റേറ്റ് ഓഫ് H0ലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളതെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ എയിം പറഞ്ഞാൽ പ്രോബബിലിറ്റി ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ദ ഏഗൻ സ്റ്റേറ്റ് ഓഫ് H0 അറ്റ് ടൈം T. ഇനീഷ്യൽ ടൈമിൽ H0ൻ്റെ സ്റ്റേറ്റിലാണ്. ഓക്കെ, H0ൻ്റെ ഏഗൻ വാല്യൂ തന്നെ ആയിരിക്കും. അതിൻ്റെ ആ ട്രാൻസിഷനിൽ ഏത് അറ്റ് ടൈം Tയിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ് EK ആൻഡ് Psi K ബി ദ എനർജി ഏഗൻ വാല്യൂ ആൻഡ് ദ നോർമലൈസ്ഡ് ഏഗൻ ഗെറ്റ് ഓഫ് H0 നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ വി ഹാവ് ദ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ as H0 Psi K as EK Psi K with the value of K as 0, 1, 2 etc. With the value of psi k of rt നമ്മൾ ഡിഫൈൻ ചെയ്താണ്. psi k of rt as uk of r into exponential minus I by h get ek of t minus t0. നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ആ ഒരു ടേമിലേക്ക് നമ്മൾ എഴുതി. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക ഇനീഷ്യലി നമ്മുടെ അറ്റ് t = t0, അതായത് ഇനീഷ്യൽ ടൈമിൽ psi a എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റാണ് നമ്മുടെ ഉള്ളത്. ദെൻ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷന് എന്നിൻ്റെ വാല്യൂ അപ് ടു 1 വരെ നമുക്ക് എടുത്താൽ മതി. ദെൻ പ്രോബബിലിറ്റി ഫോർ ദ സിസ്റ്റം ടു ബി ഫൗണ്ട് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ് ദാറ്റ് ഈസ് psi f as WI2F which is equal to modulus psi f of t square. പ്രോബബിലിറ്റിൻ്റെ യൂഷ്വൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം psi of t, ഈ psi of t എന്നാൽ നമ്മുടെ ഇനിഷ്യൽ വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ psi of t കണ്ടുപിടിക്കണം. അപ്പോൾ psi of t കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് എയിം. അപ്പോൾ നമ്മൾ psi of t കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 13 നമ്മൾ psi of t കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രം 13 we get psi of t as, so equation number 13 psi of t as sigma n is equal to 0 to infinity u of n t0 psi 0 ആണ് അവിടുത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ അതിനിവിടെ psi I എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമ്മേഷൻ റീപ്ലേസ് ചെയ്ത് n-ന് 1 എന്നുള്ള വാല്യൂ വരെ കൊടുത്താൽ മതി. അപ്പോൾ n is equal to 0 എന്നുള്ള വാല്യൂ n is equal to 1 എന്നുള്ള വാല്യൂ വരെ കൊടുത്താൽ മതി. കാരണം ഇവിടെ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ എടുക്കുന്നത്. സോ നമ്മളിവിടെ psi f of t into psi of t എന്ത് കിട്ടും, psi f u0 ഫസ്റ്റ് t0 psi a psi 0 ഒക്കെ നമ്മളിവിടെ psi a എന്ന് കൊടുത്തു, പ്ലസ് u of 1 of t0 psi a. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് ടൈം. അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കുക. അതിനായിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ u of t0 എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ എക്സ്പ്രഷൻ അറിയാം, e raised to minus I by h get h of t minus t0. അപ്പോൾ psi f u of 0 t0 psi f equal to എങ്ങനെ എഴുതാം, psi f e raised to minus I by h get h t minus t0 psi a. ഓക്കെ, ഫസ്റ്റ് ഈ h ആക്ട് ഓൺ ദ ലെഫ്റ്റിൽ ആക്ട് ചെയ്യുമ്പം h psi f is equal to
ഇ എഫ് എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നെഗറ്റീവിലേക്കാണ് വരിക, അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. ഇങ്ങോട്ട് സൈ ഐയിൽ ആക്ട് ചെയ്യുമ്പം ഇ ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ട് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് കട്ട് എച്ച് ഐ ഇ ഐ മൈനസ് ഇ എഫ് ഇൻറ്റു ടി മൈനസ് ടി സീറോ ഇൻറ്റു സൈ എഫ് സൈ ഐ എന്ന് കിട്ടും. സൈ എഫ് സൈ ഐൻ്റെ വാല്യൂ എപ്പോഴും ഡെൽറ്റ ഐ എഫ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇവിടെ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഐയും എഫും എന്നുള്ള സ്റ്റേറ്റ് ലെവൽസ് ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ, സിമിലർലി നമ്മൾ സെക്കൻഡ് ടേം, ആ നേരത്തെ എക്സ്പ്രഷനിലെ സെക്കൻഡ് ടേം ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 12ൻ്റെ ഹെൽപ്പോടെ ചെയ്യുന്നത്. 12ൻ്റെ ഹെൽപ്പോടെ യു ഓഫ് 1 ടി ടി 0 കിട്ടും. അപ്പോൾ 1/IH കടെ ഇൻ്റഗ്രൽ T0 ടു ടി ഡി ടി 1 ദെൻ സൈ എഫ് ഇൻറ്റു യു ഓഫ് 1ന് T0 ടി T1 വി ഓഫ് T1 യു0 ഓഫ് ടി T1 T0 ഇൻറ്റു സൈ ഐ വരും. ഓക്കെ, ചെയ്യുമ്പം ഈ സൈ എഫ് വി ഓഫ് T1 സൈ ഐനെ ഞാൻ വി എഫ് ഐ ഇ ഓഫ് ടി എന്ന് എഴുതി. അതായത് സൈ എഫ് വി ഓഫ് ടി സൈ ഐനെ വി എഫ് ഐ ഓഫ് ടി. അഗൈൻ യു0 നേരത്തെ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ആക്ട് ചെയ്താൽ വി ഗെറ്റ് ഐ ഒമേഗ എഫ് ഐ ഓഫ് ടി മൈനസ് T0. ഈ ഐ ഒമേഗ എഫ് ഐ നേരത്തെ ഇവിടെ കിട്ടിയില്ലേ, അതേപോലെ ഐ ഒമേഗ എഫ് ഐ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പൊണൻഷ്യൽ മാറ്റി ഇവിടെ ഉണ്ട്. ഈ ഒമേഗ എഫ് ഐ മാത്രമേ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇ എഫ് മൈനസ് ഇ ഐ ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. ഈ ഒരു ഫ്രീക്വൻസിനെയാണ് പറയുന്നത് ബോർ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ ഫ്രം സൈ ഐ ടു സൈ എഫ്. ഈ ഒമേഗ എഫ് ഐ ഈസ് ദ ബോർ ഫ്രീക്വൻസി വിച്ച് ഈസ് നോൺ ആസ് ദ ബോർ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ ഫ്രം സൈ ഐ ടു സൈ എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷനും കിട്ടി. ഇത് നമ്മൾ നേരത്തെ പ്രോബബിലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സൈ ഐ ടു സൈ എഫിൽ ട്രാൻസിറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി കിട്ടും. വി ഗെറ്റ് WIF ആസ് എന്ത് കിട്ടും? WIF ഇസ് ഈക്വൽ ടു 1/H കട്ട് സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ മാറും. മോഡ്ലസ് വരുന്നുണ്ട്, മോഡ്ലസ് സ്ക്വയർ അല്ലേ പ്രോബബിലിറ്റി, അതുകൊണ്ടാട്ടോ ഈ അതിൻ്റെ മൈനസ് വരാത്ത 1/H കട്ട് സ്ക്വയർ മോഡ്ലസ് ഇൻ്റഗ്രൽ T0 ടു ടി വി എഫ് ഐ ഓഫ് ടി ഡാഷ് എക്സ്പൊണൻഷ്യൽ ഐ ഇൻറ്റു ഒമേഗ എഫ് ഐ ഓഫ് ടി ഡാഷ് ഡി ടി ഡാഷ് മോഡ്ലസ് സ്ക്വയർ വേർ ഐ നോട്ട് ഈക്വൽ ടു ജെ. ഈ ഇക്വേഷനാണ് ബേസിക് ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. കാരണം നമുക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഇതിൽ പല ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ മെയിനായിട്ട് ഓർത്ത് വെക്കുക. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വലിയ തിയറിയാണ്, കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.